ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ജാനകിയുടെയും അബിയുടെയും വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നകുലൻ ഈ ഏട്ടത്തിയുടെ പിന്നാലെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഏട്ടത്തിയാണെങ്കിൽ ജാനകി എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നുള്ളൊരു കാര്യവും ഈ പറഞ്ഞ ആളോട് ഇങ്ങനെ ഫോണിൽ കൂടി ഇങ്ങനെ വിളിച്ച് സംസാരിക്കുകയാണ്. ഇനി അവളുടെ മരണത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും എന്തേ നിൽക്കുന്നു നകുലനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ഏട്ടത്തി ഒന്നാകെ ഒന്ന് പേടിച്ചു. അപ്പോൾ ഏട്ടത്തി ആരോടെ സംസാരിച്ചത്? ജാനകിക്ക് എന്താ പറ്റിയത്? ജാനകിയുടെ കാര്യമല്ലേ എടുത്തി സംസാരിച്ചെന്ന് ചോദിച്ചപ്പോഴേക്കും നീ എന്തൊക്കെയാ പറയുന്നത് നകുല എന്നൊക്കെ പറയുക. വേണ്ട ഏട്ടത്തി പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ കേട്ടിട്ടാണ് നിൽക്കുന്നത്. ജാനകിക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ജാനകിയെ കാണാം, എനിക്ക് ജാനകിയുടെ അടുത്ത് പോകുക തന്നെ ചെയ്യണം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നകുല നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? നീ അവളെ ഇതുവരെയും വിടാനായിട്ടായില്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ ജാനകി അത്. ജാനകിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരെയും ഞാൻ വെറുതെ വിടില്ല. ഏട്ടത്തിയാണോ അവളുടെ ഈ അപകടത്തിന് പിന്നിൽ എന്ന് ചോദിക്കുമ്പോൾ നകുല എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? അവൾക്കൊരു കാർ ആക്സിഡൻ്റ് ആയിരുന്നു, അവളിപ്പോൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് പറയാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും നകുലനാകെ പേടിച്ച് വരച്ച് പോവുകയാണ്. എന്താ പറഞ്ഞത്? എൻ്റെ ജാനകി ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നോ? എനിക്ക് ഇപ്പം തന്നെ കാണണം. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നീ ആർക്കു വേണ്ടിയാണ് നകുല ഇങ്ങനെ കിടന്ന് വേവലാതിപ്പെടുന്നത്? ജാനകിക്ക് ഒരു ഭർത്താവുണ്ട്, അത് അഭിയാണ്. അഭി ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേക്കും അഭി വിട്ടു തരുമെന്നോ? ഒരിക്കലുമില്ല. നീ ആരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ജാനകിയെ വിട്ടു തരുമോ? ഒരിക്കലും അത് സംഭവിക്കാത്ത കാര്യം തന്നെയാ. അവർക്കേ ഒരു മകളും ഉണ്ട്. അപ്പോൾ പിന്നെ അവരുടെ കുടുംബജീവിതം അവർ നോക്കുള്ളൂ. നീ വെറും നോക്കുകുത്തിയായി പോകും നകുല. ഏതൊക്കെ പറഞ്ഞാലും എടുത്തി എനിക്കെൻ്റെ ജാനകിയെ കാണണം. അവളുടെ മരണം കാത്ത് കിടക്കുകയാണ് ഏട്ടത്തിയെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ ഒരു കാര്യം ചിന്തിച്ചോ, അവൾക്കൊന്നും സംഭവിക്കില്ല. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. അവളെ ഞാൻ കാണും, അവളോട് ഞാൻ സംസാരിക്കുകയും ചെയ്യും. ജാനകിയെ മറക്കാനായിട്ട് ഈ നകുലിന് ജന്മത്ത് കഴിയില്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നകുല വേണ്ട നകുല, അത് ആപത്തിലേക്ക് വഴിയൊരുക്കും. നീ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ പോകുക ഏട്ടത്തി എന്ന് പറയാം. ശരി, എങ്കിൽ പിന്നെ ഞാനും കൂടെ വരാം. നീ ഒറ്റയ്ക്ക് പോയി അവിടെ ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, ഞാൻ ഏതായാലും കാര്യങ്ങളെല്ലാം സോൾവ് ആക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയാണ്. അപ്പോൾ അഭി ഡോക്ടറോട് സംസാരിക്കണം. ഡോക്ടറെ ഇനി എന്താ പറയാനുള്ള ഡോക്ടറെ? എനിക്ക് പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞു തരുമോ ഡോക്ടറെ? എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന എന്തെങ്കിലും കാര്യം ഡോക്ടറിൻ്റെ നാവിൽ നിന്ന് വരണം, അതാണ് എൻ്റെ ആഗ്രഹം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഫസ്റ്റ് അത് തന്നെയാണ് പറയാനായിട്ട് പോകുന്നത്. തനിക്ക് സന്തോഷം തരുന്ന കാര്യം. ജാനകി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ജാനകി കണ്ണു തുറക്കുകയും ചെയ്തു. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വേറെന്ത് കാര്യമാണ് അഭി? അത് പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനും താൻ അതിൻ്റേതായ സീരിയസിലെടുക്കണം. കാരണം പേഷ്യൻ്റ് ആണല്ലോ, തലക്കാണ് അടിയേറ്റിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പറയുന്നു 90% ജാനകി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ജാനകി പല കാര്യങ്ങളും മറക്കും, ജാനകി പല കാര്യങ്ങളും ഓർമ്മയുണ്ടാകില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭി ആകെ ഒന്ന് ഞെട്ടിപ്പോയി. എന്താ ഡോക്ടർ എന്തൊക്കെയാണ് പറയുന്നത്? അതെ, ഇനി സംസാരിക്കാനും പറ്റിയെന്ന് വരില്ല. അതാണിപ്പോൾ ജാനകിയുടെ സിറ്റുവേഷൻ. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇപ്പം ഇത്രയൊക്കെ ആയല്ലോ, താൻ ഈ കാര്യത്തിൽ കൂടുതൽ കരുതലെടുക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭിക്ക് വീണ്ടൊരു സങ്കടം. കാരണം സന്തോഷത്തിൻ്റെ ഒടുവിൽ സങ്കടമാണല്ലോ തനിക്ക് വന്നത് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ വല്ലാത്തൊരു വെപ്രാളമാണ്. അങ്ങനെ നമ്മുടെ അഭിയാണെങ്കിൽ നേരെ ഈ നിരഞ്ജനയുടെയും അതേപോലെ തന്നെ ഇവൻ്റെ അടുത്തേക്കും ചെല്ലുകയാണ്, അമ്മലിൻ്റെ അടുത്തേക്കും ചെല്ലുകയാണ്. അപ്പോൾ അമ്മലിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും ജാനകിയേട്ടത്തിക്ക് ഇപ്പോൾ ഒരു ആപത്തും വരാതിരുന്നാൽ മതിയായിരുന്നു, അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഭിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അഭിയേട്ട എന്താ ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞോ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജാനകി 90% ജീവിതത്തിലേക്ക് മടങ്ങി വന്നെന്നാണ് പറഞ്ഞത്. ആണോ അഭിയേട്ട? ഇതിൽ പരം സന്തോഷ വാർത്ത എന്തുണ്ട് അഭിയേട്ട കേൾക്കാനായിട്ട്? ഒരുപാട് സന്തോഷമായി അഭിയേട്ട. ഇതിൽ പരം സന്തോഷം ഒന്നും ഇനി കേൾക്കാനില്ല എന്നവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് മാത്രമല്ല, വേറൊരു ദുഃഖവാർത്തയും കൂടി ഡോക്ടർ പറഞ്ഞ്. ദുഃഖവാർത്തയോ? അതെ, ജാനകി പല കാര്യങ്ങളും മറക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി ജാനകിക്ക് സംസാരിക്കാനായിട്ട് കഴിയില്ല അത്രേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, ജാനകിയേട്ടത്തിയെക്കുറിച്ച് തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതെ, ജാനകിയെക്കുറിച്ച് തന്നെയാണ്, എൻ്റെ സ്വന്തം ജാനകിയെക്കുറിച്ച് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ജാനകിക്ക് വല്ലാത്തൊരവസ്ഥയിലാണ് ജാനകി ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇവർ വളരെയേറെ ദുഃഖത്തോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പൊന്നു ഓടി വരുന്നത്. അച്ഛാ എനിക്കെൻ്റെ അമ്മയെ കാണണം അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് പൊന്നു ഓടി വരിക.
ഓടി വരുന്ന കഴിഞ്ഞപ്പോഴേക്കും അഭി ഞെട്ടിപ്പോയി. ദൈവമേ പൊന്നു വന്നല്ലോ, ഇനി അമ്മയെ കാണുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അമ്മയാണെങ്കിൽ സംസാരിക്കത്ത് പോലുമില്ല. അപ്പോൾ പ്രഭാവതി ആണെങ്കിൽ മോനെ പൊന്നു ആണെങ്കിൽ ജാനകിയെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരേ വാശിയാണ്. കുഞ്ഞിൻ്റെ കരച്ചിൽ സങ്കടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടെ നിർത്താനായിട്ട് തോന്നിയില്ല മോനെ. അതുകൊണ്ടാണ് ഞാൻ പൊന്നുവിനായിട്ട് ഇങ്ങോട്ട് വന്നത്. പൊന്നുവിനെ അവളെങ്ങനെയെങ്കിലും ജാനകി ഒന്ന് കാണിക്കണം. അപ്പോൾ അഭിങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, ദൈവമേ പൊന്നുവിനെ ഇപ്പോൾ ജാനകിയെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ സംസാരിക്കില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ ആലോചിച്ച് ആകെ തലപുകഞ്ഞ് നിൽക്കുകയാണ് അഭി. അപ്പോഴേക്കും ഡോക്ടർ വരികയാണ്. അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രഭാവതി വന്നിട്ട്, ഡോക്ടറെ ഇത് ജാനകിയുടെ മകളാണ് ഡോക്ടറെ, അവൾക്കൊന്ന് ജാനകിയെ കാണണമെന്നാണ് പറയുന്നത്. ആണോ? അങ്ങനെയാണോ? അപ്പോൾ ഡോക്ടറോട് പൊന്നും സംസാരിക്കണം, ഡോക്ടറെ എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം ഡോക്ടറെ. അപ്പോൾ അഭിയാണെങ്കിൽ മോളൊന്ന് വിളിച്ചു നോക്കട്ടെ, മോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജാനകി കണ്ണ് തുറന്നാലോ സംസാരിച്ചാലോ എന്നൊക്കെ അവിടെ പറയുകയാണ്. അങ്ങനെ അഭി ഡോക്ടറോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ശരി എന്നാൽ പൊന്നു വന്ന് കണ്ടോട്ടെ എന്നും പറയുക. അങ്ങനെ ഡോക്ടർ നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ജാനകി കണ്ടു തന്നിട്ടില്ല, ഒന്നുമില്ല, ഈ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പൊന്നു പെട്ടെന്ന് ജാനകിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അമ്മ കണ്ണു തുറക്കാമ്മേ, ഇതേ പൊന്നു വന്നിരിക്കുന്നത്, അമ്മേ കണ്ണു തുറക്കാമ്മേ എന്ന് കൊച്ചു കരഞ്ഞുകൊണ്ട് പറയുക. പക്ഷെ ജാനകിക്ക് ഒരു അനക്കം പോലും ഇല്ല. അപ്പോൾ നമ്മുടെ അഭി സങ്കടപ്പെട്ട് തന്നെ, ജാനകി കണ്ണു തുറക്ക്, ജാനകി ഇതേ നമ്മുടെ പൊന്നു വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ അമ്മയെ സ്നേഹത്തോടെ വിളിക്കുന്നതല്ലേ, നിനക്ക് മോളുടെ സൗണ്ട് കേൾക്കാനായിട്ട് കഴിയുന്നില്ല ജാനകി, കണ്ണ് തുറക്ക് ജാനകി എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പൊന്നിനോട് പറയാണ്, ദേ പൊന്നു അമ്മയ്ക്കേ ഒന്നുമില്ല കേട്ടോ, മോള് പറയുന്നതെല്ലാം അമ്മ കേൾക്കുന്നുണ്ട്, പക്ഷെ അമ്മയ്ക്ക് സംസാരിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാ അമ്മ ഇനി പതിയെ സംസാരിച്ചൊക്കെ തുടങ്ങും. അതിനു വേണ്ടിയല്ലേ ദേ അമ്മ ഇവിടെ കിടത്തിയിരിക്കുന്നത്. നമുക്ക് നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കണ്ടേ? അതിനുശേഷം അമ്മ മോളോട് സംസാരിക്കോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ആശ്വസിപ്പിക്കാം. പിന്നീടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ തമ്പിയാണെങ്കിൽ ഭയങ്കര അട്ടഹസിച്ചിങ്ങനെ ചിരിക്കുക. അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തമ്പിയുടെ കൂട്ടാളി വന്നിട്ട് പറയുകയാണതേ സാറേ, ജാനകിയുടെ സിറ്റുവേഷൻ ആകെ മോശമാണ്, പക്ഷെ എന്നാലും അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, എന്നാലും ആരെയും തിരിച്ചറിയാനായിട്ടും പോകുന്നുമില്ല, പിന്നെ അവൾക്ക് സംസാരിക്കാനും പറ്റില്ലെന്നൊക്കെയാണ് ഡോക്ടറിൻ്റെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ വേണമല്ലോടോ, അവളും മരിച്ചില്ലെങ്കിലും എന്താണ്, പക്ഷേ അതിനേക്കാളും കൂടുതലല്ലേ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവളല്ല, അഭി. അവനായിരുന്നു കൂടുതൽ അഹങ്കാരം. ഇനി അവളെ ശുശ്രൂഷിച്ചും അവളുടെ പിന്നാലെ നടന്നും അവൻ ആ ഹോസ്പിറ്റലിൽ തന്നെ അങ്ങോട്ട് അടിഞ്ഞു കൂടിക്കോളും. നമ്മളുടെ പിന്നാലെ രഹസ്യങ്ങളും ചോർത്താനായിട്ട് അവൻ ഇനി വരാനായിട്ട് പോകുന്നില്ലടോ. അങ്ങനെ കൂടുതൽ നാളൊന്നും ജാനകി ഏതായാലും ഹോസ്പിറ്റലിൽ കിടക്കാനായിട്ട് പോകുന്നില്ല. പിന്നെ സക്കീർ ഭായ് വക്കീലില്ലേ, ആ വക്കീലിൻ്റെ നാവിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്, ഇനി അധികം നാൾ മുന്നോട്ട് പോകില്ലെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അവളങ്ങനെ അവസാനിക്കണമെങ്കിൽ അവസാനിക്കട്ടെ, പക്ഷേ ഞാൻ ഈ ഒരു കാര്യം ചെയ്തത് അത് അത്രയും വലിയ കാര്യമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. സാറിൻ്റെ മകൾക്ക് സംശയമുണ്ടോ? അവൾക്ക് സംശയമുണ്ട്. അവളെന്നോട് ചോദിച്ചിട്ട് വന്നു, അച്ഛനാണോ ഇതിന് പിന്നിലെന്ന്. അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെയേറെ സന്തോഷമായ കാര്യമാണ് അച്ഛൻ എന്നൊക്കെയാണ് അവളെന്നോട് പറഞ്ഞത്. എന്നിട്ട് സാറെന്ത് പറഞ്ഞു? സാർ അത് സമ്മതിച്ചു? എടാ എനിക്കങ്ങനെ സമ്മതിക്കാനായിട്ട് പറ്റില്ലല്ലോ. എപ്പോഴാണ് മകളും എൻ്റെ പിന്നാലെ തിരിയുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അവൾ കുറേ കാര്യങ്ങൾ ചോദിച്ചെങ്കിലും ഞാൻ അവളുടെ മുന്നിൽ ഒരു സത്യവും പറയാനായിട്ട് പോയില്ലടോ. എൻ്റെ ഭാര്യയില്ലേ, അവൾ എൻ്റെ നേരെ തിരിഞ്ഞു. പക്ഷേ ഈ അപർണയ്ക്ക് ജാനകിയോട് ശരിക്കും പറഞ്ഞാൽ ഒരു വൈരാഗ്യ വിരോധമൊന്നും ഇല്ല. എന്നോടുള്ള അരിശം കാരണമാണ്. ഈ ജാനകിക്കും അഭിക്കും ആണെങ്കിൽ എന്നോട് വൈരാഗ്യമാണല്ലോ. അപ്പോൾ അത് കാരണമാണ് അപർണ ജാനകിയായിട്ട് എതിർത്ത് നിൽക്കുന്നത്. അല്ലാതെ പൊതുവെ അവർക്ക് പേഴ്സണലായിട്ട് ഒരു വൈരാഗ്യ വാശിയൊന്നുമില്ല. പിന്നെ അഥവാ ഇനി ജാനകി എൻ്റെ മകളാണെന്നുള്ള സത്യം എൻ്റെ അപർണ മോൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അവളുടെ സ്വഭാവം മാറോ, എൻ്റെ പക്ഷത്ത് നിൽക്കോ ജാനകിയുടെ പക്ഷത്ത് നിൽക്കോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് കരുതിയിരിക്കുന്നതന്നെ നല്ലത്. എന്നെ അപർണ അന്ധമായി വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തോടോ ഞാൻ മുതലെടുത്ത് വെച്ചിരിക്കുന്നത്. അവളെ പറ്റിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ കളിയിൽ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എന്ന് ഈ തമ്പിക്ക് ഒരു മക്കളോട് സ്നേഹമില്ലെന്ന് ഇത് കാണുമ്പോൾ തന്നെ ശരിക്കും അങ്ങോട്ട് മനസ്സിലാകുക തന്നെ ചെയ്തു. അങ്ങനെ നമ്മുടെ പിന്നീട് ഇത് കാണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഭിയാണെങ്കിൽ കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക.
അപ്പോൾ അബി കാറിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അബി ചോദിക്കുകയാണ്, അയാൾ പുറപ്പെട്ടോ? ആ പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പം എത്തും. അങ്ങനെ തമ്പിയുടെ കാറ് വരികയാണ്. അബിയാണെങ്കിൽ ആ കാറിന് വട്ടം വെക്കുകയാണ്. അബിയാണെങ്കിൽ കാലിൽ നിന്നിറങ്ങി തമ്പിയെ വലിച്ച് ഇറക്കി പുറത്തേക്ക് ഇട്ടുകേടാ, എൻ്റെ ഭാര്യയെ തൊടാൻ മാത്രം നീ വളർന്നോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുകയാണ്. നീ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. കൂടുതൽ വേഷം കിട്ടാൻ നിൽക്കരുത്. എൻ്റെ ജാനകിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് താൻ തന്നെയാണെന്ന് എനിക്കറിയാടോ. അതിൽ എനിക്ക് യാതൊരു സംശയമില്ല. അനാവശ്യം പറയാൻ നിൽക്കരുതടോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സത്യം തന്നെ പറഞ്ഞത്. നിന്റെ ഭാര്യയെ കൊല്ലാനായിട്ട് ഞാൻ എന്തിനാടാ പോകുന്നത്? നിനക്കറിയായിരുന്നല്ലോ എൻ്റെ ജാനകിയാണ് നിന്റെ മകളെന്ന്. അപ്പോൾ ആ ജാരസന്തതിയെ അവസാനിപ്പിക്കണ്ടേടോ. എൻ്റെ ജാനകി എപ്പോഴാടാ നിന്റെ പിന്നാലെ വന്നത്? എൻ്റെ ജാനകിക്ക് നിന്നെപ്പോലെ ഒരു തന്തയെ ആവശ്യമില്ല. അവളത് പറഞ്ഞുകൊണ്ട് നടക്കുന്നുമില്ല. എന്നിട്ട് എന്തിനാ എൻ്റെ ജാനകിയോട് ഈ ഒരു പ്രവൃത്തി ചെയ്തത്? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തമ്പിയാണെങ്കിൽ, എടാ നീ എന്നെ കൊന്നാലും ശരി, ചെയ്യാത്തൊരു കുറ്റം ഏറ്റെടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല, അങ്ങനെ ഞാൻ ഏറ്റെടുക്കത്തുമില്ല, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര തർക്കം. അങ്ങനെ തമ്പിയുടെ കൊരക്കിന് കയറി കുത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, എൻ്റെ ജാനകിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പൊന്നു മോനെ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് അബി അവിടെ ഉച്ചത്തിൽ പറയാം. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്ന അടുത്ത റിവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.